രസകരമൊരു കഥ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരിക്കൽ അറിവെന്ന അർത്ഥം വരുന്ന ആംഗലേയ പദത്തിന് നിർമ്മാണം നടക്കുന്ന സമയം അതിനാവശ്യമുള്ള അക്ഷരങ്ങളെല്ലാം തിരഞ്ഞെടുത്തു. ആദ്യം തിരഞ്ഞെടുത്തത് കെ എന്ന അക്ഷരമാണ്. അതിനുശേഷം NOWLEDGE. എന്നാൽ ഇതിനെല്ലാം തിരഞ്ഞെടുത്തെങ്കിലും അതിൻ്റെ ഉച്ചാരണത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് രസം. അത് ഉച്ചരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? നോളജ്. ചുരുക്കി പറഞ്ഞാൽ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട കെ അവിടെ ഔട്ടായി. അവന് ഭയങ്കര വിഷമം തോന്നി. എന്നാൽ അവൻ കാത്തിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ചില പദങ്ങൾ തിരഞ്ഞെടുത്തു. അതേതാണെന്നറിയാമോ? COLA. ആ പദം എന്താണ്? നമുക്ക് സുപരിചിതമാണ്. എന്താണ്? കൊക്കോകോള. അവിടെ കെയുടെ സാന്നിധ്യമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചത് കെ എന്ന അക്ഷരമാണ്. വീണ്ടും ചില വാക്കുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. വക്വം ക്ലീനർ, കുക്കുംബർ. ഇതിലൊന്നും കെ ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടത് കെ എന്ന അക്ഷരമാണ്. ഒരു സ്നേഹിതരെ, ഒന്ന് ഓർക്കുക, പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഒപ്പമുണ്ടെന്ന് കരുതിയിട്ടും അവഗണിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമുക്കുള്ള സമയം വരുമെന്ന് കാത്തിരിക്കുക. നല്ലൊരു ദിനം നേരുന്നു. ബൈ.